ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള യൂറോപ്യൻ ട്രാൻസിഷൻ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കൊരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റിൻ്റെ പിക്ചർ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് ആണിത് അല്ലേ? ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു പിക്ചർ, ഈ ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റിൻ്റെ ഇമേജ് കണ്ടിട്ടുണ്ടോ? നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഓക്കെ. ഹഗിയ സോഫിയ is the name of this historical monument. This is Hagia Sophia, one of the important monument in the history of the world. നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് ആണ് ഹഗിയ സോഫിയ. ഇറ്റ് വാസ് ബിൽഡ് ഇൻ ദി 6th century AD. AD 6th centuryയിലാണ്, 6ാം നൂറ്റാണ്ടിലാണ് ഹഗിയ സോഫിയ നിർമ്മിച്ചിട്ടുള്ളത്. നൗ ഇറ്റ് ഈസ് പ്രിസർവ്ഡ് ആസ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ ടർക്കി. ഇന്ന് തുർക്കിയിലെ ഒരു ഹിസ്റ്ററി മ്യൂസിയമായിട്ട് ഇതിനെ സംരക്ഷിക്കുന്നു. It is the epitome of the architectural splendors of Constantinople, a city rich in historical monument. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നത് വളരെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റിന് വളരെ റിച്ച് ആയിട്ടുള്ളൊരു സിറ്റി കൂടിയാണ്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. And there is a question, do you know the importance of Constantinople in the history of the world? നമ്മുടെ ലോക ചരിത്രത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. Here is an important question for you. What are the special features of Hagia Sophia? First one, it is one of the most important historical monument in the world. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായിട്ടുള്ള ശേഷിപ്പാണ് ഹഗിയ സോഫിയ. ഇറ്റ് ലൊക്കേറ്റഡ് അറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ, പ്രസന്റ് ഡേ ഇസ്താൻബുൾ ഇൻ ടർക്കി. തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇന്നത്തെ ഇസ്താൻബുളിലാണ് ഹഗിയ സോഫിയ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ബിൽഡ് ഇൻ 6th century AD. AD 6ാം നൂറ്റാണ്ടിലാണ് ഹഗിയ സോഫിയ നിർമ്മിച്ചിട്ടുള്ളത്. നൗ ഇറ്റ് പ്രിസർവ്ഡ് ആസ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ ടർക്കി. ഇന്ന് തുർക്കിയിലെ ഒരു ചരിത്ര മ്യൂസിയമായിട്ട് ഇതിനെ സംരക്ഷിക്കപ്പെടുന്നു. ഇവയെല്ലാമാണ് ഹഗിയ സോഫിയയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. And dears, can you see a map of Constantinople in your textbook, page number 8? നിങ്ങൾക്കിവിടെ ഒരു മാപ്പ് കാണാൻ പറ്റുമല്ലേ? ഈ മാപ്പിൽ നിന്നും എന്തെല്ലാം ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും? എത്ര കോണ്ടിനെൻറ്റ്സ് ഇതിൽ കാണുന്നുണ്ട്? 2 കോണ്ടിനെൻറ്റ്സ് കാണുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഏഷ്യ ആൻഡ് യൂറോപ്പ്. അതുപോലെ എത്ര സീസ്, അതായത് എത്ര കടലുകൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും? 2 കടലുകൾ കാണാൻ പറ്റും അല്ലേ? മെഡിറ്ററേനിയൻ സീയും ബ്ലാക്ക് സീയും. അതുപോലെ ഇനി നമ്മളിതിൽ ലൊക്കേറ്റ് ചെയ്യാനുള്ളത് കോൺസ്റ്റാന്റിനോപ്പിളാണ്. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ആ ഒരു പ്ലേസ് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആ ഒരു ഭാഗത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിനെയും യൂറോപ്യൻ കോണ്ടിനെൻറ്റിനെയും കണക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണേത്? കോൺസ്റ്റാന്റിനോപ്പിൾ. സീ റൂട്ടുകളെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ട്രേഡ് നടത്തിയിരുന്നത് ഏതിലൂടെയാണ്? ലാൻഡ് റൂട്ടിലൂടെയാണ് അല്ലേ? സോ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസും എല്ലാ റിലേഷൻസും നടന്നിരുന്നത് ഏത് വഴിയാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ്. സോ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നത് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലോട്ടും ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുമുള്ള ഒരു ഗേറ്റ് വേ ആയിരുന്നു, ഒരു പ്രവേശന കവാടമായിരുന്നു അല്ലേ? അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ കണ്ടു അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. കോൺസ്റ്റാന്റിനോപ്പിൾ, ദ പ്രസന്റ് ഇസ്താൻബുൾ, ദ ഈസ്റ്റ് വൈൽ ക്യാപിറ്റൽ ഓഫ് ദി ഈസ്റ്റേൺ എംപയർ, ഹാസ് എ യുണീക്ക് പ്ലേസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്.
കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിൽ തന്നെ വളരെ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ലോകത്തിൽ വളരെ അറിയപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ഇസ്താൻബുൾ എന്ന പേരിലാണ്. തുർക്കിയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഇന്ന് ഇസ്താൻബുൾ. Here is an important question. Do you remember that? What is the importance of Constantinople in the history of the world? ഹഗിയ സോഫിയയുടെ ആ ഒരു ബോക്സിൽ അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്? ലോക ചരിത്രത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രാധാന്യം എന്താണ്? ആൻസർ: ഇൻ ഏർലിയർ ടൈം കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. ആദ്യകാലങ്ങളിൽ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. സോ ഇറ്റ് ഹാസ് എ യുണീക്ക് പ്ലേസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിൽ വളരെ അധികം പ്രാധാന്യം നിലനിൽക്കുന്നുണ്ട്. Now we are going to discuss about the features of Constantinople. In your textbook, can you see a question? What were the features of Constantinople? കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് പോയിന്റ്, സെൻറ്റർ ഓഫ് നോളേജ്. കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് ദ സെൻറ്റർ ഓഫ് നോളേജ്. ഏർലിയർ ടൈമിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഒരു അറിവിൻ്റെ കേന്ദ്രമാണ് എന്നതാണ്, അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഒരു കലവറയാണ്, കേന്ദ്രമാണ്. ദ സെക്കൻഡ് വൺ, അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്. പണ്ഡിതരുടെയും അമൂല്യമായ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ദെൻ തേർഡ് വൺ, ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുമുള്ള ഒരു പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ദെൻ വി ക്യാൻ ആഡ് സം പോയിൻറ്റ്സ് ഓൾസോ. ഇപ്പോൾ 2 പോയിൻറ്റ്സ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. റിച്ച് ഇൻ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ആൻഡ് പോർട്ട് സിറ്റി. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നത് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഏരിയയായിരുന്നു. അതുപോലെ ഒരു തുറമുഖ നഗരം കൂടിയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. വാട്ട് വർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ്: സെൻറ്റർ ഓഫ് നോളേജ്, then abode of scholars and a treasure trove of scholarly text, gateway from Asia to Europe, port city and rich in historical monuments. When the Turks conquered Constantinople in 1453, it resulted in the fall of the centuries-old Eastern Roman Empire. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 കീഴടക്കിയതോടു കൂടിയിട്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ടായിരുന്ന ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം തകർന്നു. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കിയതോടുകൂടി നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു. Consequently, scholars, artists and writers fled from Constantinople to nearby areas in great numbers. അതിൻ്റെ ഫലമായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ടായിരുന്ന പണ്ഡിതരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും അടുത്തുള്ള മറ്റു പ്രദേശങ്ങളിലോട്ട് പലായനം ചെയ്യാൻ തുടങ്ങി. മെനി ഓഫ് ദം മൈഗ്രേറ്റഡ് ടു ഇറ്റലി. അവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പലായനം ചെയ്തത് ഇറ്റലിയിലേക്കായിരുന്നു. ദർ ഇസ് എ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? എന്തുകൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ഒരുപാട് പേര്, ആർട്ടിസ്റ്റും റൈറ്റേഴ്സും സ്കോളേഴ്സുമായിട്ടുള്ള ഒരുപാട് പേര് ഇറ്റലിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് അവർ ഇറ്റലി സെലക്ട് ചെയ്തത്? ദ ആൻസർ ഈസ് ഹിയർ. Italy was a country that upheld the rich Greco-Roman tradition.
പുരാതന ഗ്രീക്ക് റോമ സംസ്കാരത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇറ്റലി. ദ സെക്കൻഡ് റീസൺ ഈസ് the rich Italian traders were the patrons of art, literature and culture. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. The third reason is these traders were keen to preserve the historical and cultural heritage. ഈ സമ്പന്നരായ കച്ചവടക്കാരെല്ലാം തന്നെ ചരിത്ര സ്മാരകങ്ങളെ വളരെയധികം സംരക്ഷിക്കുന്നവരായിരുന്നു. Hence, the Italian cities further thinking and encouraged the spirit of learning among the immigrant scholars. By the end of the 13th century, the Renaissance, which began in Italy, flourished and spread to other nations. Okay. ഇറ്റലിയിലോട്ട് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ഇറ്റലിയിലോട്ട് വന്നിട്ടുള്ള ഇമ്മിഗ്രൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കൂടുതൽ ചിന്തിക്കുന്നതിനും കൂടുതൽ പഠിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഇറ്റലിയിലെ റിച്ച് ട്രേഡേഴ്സ് ഒരുക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇറ്റലിയിലെ ട്രേഡേഴ്സ് ഈ ഇമ്മിഗ്രൻ്റ് ആയിട്ടുള്ള സ്കോളേഴ്സിനെയും ആർട്ടിസ്റ്റിനെയും റൈറ്റേഴ്സിനെയും ഒക്കെ എൻകറേജ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇറ്റലിയിൽ ഒരു പുതിയ ഫിനോമിന രൂപം കൊള്ളുകയും ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് റിനൈസൻസ്. സോ റിനൈസൻസ് 13-ാം സെഞ്ച്വറിയുടെ അവസാനത്തിലാണ് ഫോം ചെയ്യുന്നത്. ഇത് ഇറ്റലിയിലാണ് ബിഗാൻ ചെയ്തിട്ടുള്ളത്. ഇറ്റലിയിലാണ് ആദ്യമായി റിനൈസൻസ് വന്നിട്ടുള്ളത്. ശേഷം മറ്റു നാഷൻസിലോട്ടും ഇത് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. The next topic is the Renaissance, Navodhanam. The fine arts, literature and history in the medieval period were centered on religious ideology. Medieval periodil മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവയെല്ലാം മതപരമായിട്ടുള്ള ആശയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത്. The texts were invariably written in Greek and Latin as these languages were considered elite and scholarly. പണ്ഡിത ഭാഷകളായി അറിയപ്പെട്ടിരുന്ന ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഭാഷകളിലാണ് അവർ കൃതികളെല്ലാം എഴുതിയിരുന്നത്. By the dawn of the 13th century, Latin and Greek gave way to regional languages like English, Spanish and French. എന്നാൽ 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടിയിട്ട് പണ്ഡിത ഭാഷകളായിരുന്ന ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഭാഷകളിൽ നിന്നും മാറിക്കൊണ്ട് പ്രാദേശിക ഭാഷകളായിട്ടുള്ള റീജിയണൽ ലാംഗ്വേജസ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച് ഭാഷകളിലായി അവർ കൃതികൾ എഴുതാൻ തുടങ്ങി. The writers of this period adopted the life of the common man as the central theme of their work. ഈ 13th സെഞ്ച്വറിയിലെ സാഹിത്യകാരന്മാരെല്ലാം അവരുടെ കൃതികളിലെ സെൻട്രൽ തീമായിട്ട്, അതായത് പ്രതിപാദ വിഷയമായിട്ട് അവർ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തെയാണ് അവർ അഡോപ്റ്റ് ചെയ്തത്, അവർ സ്വീകരിച്ചത്. The literature of this period was no longer confined to religion and philosophy but gave way to themes that depicted diverse aspects of human life. അതോടെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കങ്ങൾ മാറി. ഓക്കെ, അപ്പോൾ സാഹിത്യത്തിൽ, ലിറ്ററേച്ചറിൽ അവർ പ്രധാനമായിട്ടും എന്ത് തീമാണ് അവർ ഇൻക്ലൂഡ് ചെയ്തത്? മതപരമായ തീമുകൾക്ക് പകരം, മതപരമായ പ്രതിപാദ്യ വിഷയങ്ങൾക്ക് പകരം, മതപരമായിട്ടുള്ള ആശയങ്ങൾക്ക് പകരം അവർ മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെയാണ് അവർ അവരുടെ വർക്കിൻ്റെ തീമാക്കി മാറ്റിയത്. ഓക്കെ, സിമിലർ ചേഞ്ചസ് occurred in other art forms like painting and sculptures. സമാനമായ മാറ്റങ്ങൾ ചിത്രകല, ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി. അതായത് ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ള സെയിം രീതിയിൽ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ ഡെപ്പിക്റ്റ് ചെയ്യുന്ന, ചിത്രീകരിക്കുന്ന രീതിയിൽ എന്തായി ആർട്ട് ഫോംസും, അതായത് മറ്റു പെയിൻറ്റിങ്സും ശില്പകലകളും ഒക്കെ മാറി. This vision
primarily concerned with the various aspects of human life is known as humanism. ഇങ്ങനെ മനുഷ്യജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് നമ്മൾ ഹ്യൂമണിസം എന്ന് വിളിക്കുന്നത്. ഹ്യൂമണിസം എന്ന് പറഞ്ഞാൽ മാനവികത. ഓക്കെ, മനുഷ്യജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിനെയാണ് നമ്മൾ ഹ്യൂമണിസം എന്ന് വിളിക്കുന്നത്. The new spirit of humanism inspired unique thoughts on the universe and human life. മനുഷ്യ ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ മനുഷ്യനെ മാനവികത എന്ന് പറയുന്ന ഈ ഒരു വിഷൻ പ്രചരണം ഉണർത്തി. ഇറ്റ് പ്രൊമോട്ടഡ് റീസണിങ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. അതുപോലെ തന്നെ ഹ്യൂമണിസം എന്ന ഈ ഒരു വിഷൻ, ഈ ഒരു കാഴ്ചപ്പാട് മനുഷ്യരിൽ റീസണിങ് ആയിട്ടുള്ള ഒരു തിങ്കിങ്, അതായത് യുക്തിപരമായിട്ടുള്ള ഒരു ചിന്ത വളർത്തുന്നതിനും സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അതായത് അന്വേഷണാത്മകമായിട്ടുള്ള ഒരു ത്വര, ഒരു ഉത്സാഹം മനുഷ്യരിൽ ഉണ്ടാക്കുന്നതിനും പ്രചോദനമായി. Consequently, a new awakening in all spheres of human life became visible in Europe and it is known as the Renaissance. ഇങ്ങനെ ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമണിസത്തിൻ്റെ മാനവികതയുടെ ഫലമായിട്ട് യൂറോപ്പിൽ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു പുത്തൻ ഉണർവിനെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഈ ഒരു മാറ്റത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വന്നിട്ടുള്ള ഈ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിനൈസൻസ് എന്ന് വിളിക്കുന്നത്. Do you know where is the birthplace of Renaissance? റിനൈസൻസിൻ്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ദാറ്റ് ഈസ് ഇൻ ഇറ്റലി. ഓക്കെ, ഏത് കോണ്ടിനെൻറ്റിലാണ്? യൂറോപ്പ്. And there is a question, what were the situations that helped in developing humanism in Europe? യൂറോപ്പിൽ മാനവികതയുടെ വളർച്ചയ്ക്ക് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. The question is, what were the situations that helped in developing humanism in Europe? യൂറോപ്പിൽ മാനവികതയുടെ ഹ്യൂമണിസത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഏതെല്ലാം എന്നാണ്. സോ ദ ഫസ്റ്റ് വൺ, by the 13th century the texts were written in regional languages. അതായത് 13th സെഞ്ച്വറിയുടെ തുടക്കത്തോട് കൂടിയിട്ട് പണ്ഡിത ഭാഷകളായിരുന്ന ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഭാഷകൾക്ക് പകരമായിട്ട് പ്രാദേശിക ഭാഷകളിൽ എഴുതാൻ തുടങ്ങി. അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. Then second one, the writers of this period adopted the life of common man as the central theme of their work. മറ്റൊരു സാഹചര്യമാണ് 13th സെഞ്ച്വറിയിലെ സാഹിത്യകാരന്മാരെല്ലാം തന്നെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ അവരുടെ വർക്ക്സിൻ്റെ സെൻട്രൽ തീമായിട്ട്, പ്രതിപാദ്യ വിഷയമായിട്ട് അവർ സ്വീകരിച്ചു. The next important situations, the literature, paintings and sculptures of this period were centered on the diverse aspects of human life. അതായത് ഈ ഒരു 13th സെഞ്ച്വറിയിലെ സാഹിത്യം, ചിത്രകല, അതുപോലെ ശില്പകല, ഇവയിലെല്ലാം തന്നെ അവരുടെ സെൻട്രൽ തീം എന്നത് ഹ്യൂമൻ ലൈഫായിരുന്നു, മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളായിരുന്നു. Then fourth one, the vision which concerned with the various aspects of human life is called as humanism. ഇങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കാഴ്ചപ്പാടിനെ മാനവികത, അതായത് ഹ്യൂമണിസം എന്ന് വിളിക്കുന്നു. ഇതെല്ലാമാണ് പ്രധാനമായിട്ടും മാനവികത യൂറോപ്പിൽ വളർന്നു വരുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്. ഓക്കെ, the next important question is, evaluate the situations of Europe before Renaissance and after Renaissance. റിനൈസൻസിന് മുമ്പും ശേഷവുമുള്ള യൂറോപ്പിലെ സാഹചര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാനാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ we want to write about Europe before Renaissance. ഫസ്റ്റ് നമുക്ക് നവോത്ഥാനത്തിന് മുമ്പുള്ള യൂറോപ്പിനെ കുറിച്ചിട്ട് എഴുതണം. അതായത് മിഡീവൽ പീരിയഡിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്.
അപ്പം നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻസ് കാണാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മിഡീവൽ പീരീഡ്? മിഡീവൽ പീരീഡിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? അതല്ലെങ്കിൽ സിറ്റുവേഷൻസ് ബിഫോർ ദി റിനൈസൻസ്, റിനൈസൻസിന് മുമ്പുള്ള യൂറോപ്പിലെ സാഹചര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നവോത്ഥാനത്തിന് മുമ്പുള്ള യൂറോപ്പിലെ സിറ്റുവേഷൻസാണ് അല്ലെങ്കിൽ മിഡീവൽ പീരീഡിലെ മെയിൻ ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് വൺ, ദ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി വെർ സെൻറ്റേർഡ് ഓൺ റിലീജിയസ് ഐഡിയോളജി. മിഡീവൽ പീരീഡിലെ ചരിത്രവും സാഹിത്യവും കലയുമെല്ലാം മതപരമായ ആശയങ്ങളോട് കേന്ദ്രീകരിച്ചായിരുന്നു. The second one, the texts were written in Greek and Latin languages. കൃതികളെല്ലാം എഴുതപ്പെട്ടിരുന്നത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഭാഷകളിലായിരുന്നു. Then third one, more concerned with religion. മതപരമായി വളരെ കേന്ദ്രീകരിച്ചുള്ളൊരു സമൂഹമായിരുന്നു. നെക്സ്റ്റ് നമുക്ക് യൂറോപ്പ് ആഫ്റ്റർ റിനൈസൻസ്, അതായത് നവോത്ഥാനത്തിന് ശേഷമുള്ള യൂറോപ്പിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ടെക്സ്റ്റ് were written in regional languages. കൃതികളെല്ലാം പ്രാദേശിക ഭാഷകളായിട്ടുള്ള ഇംഗ്ലീഷ്, ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ് എന്നീ ഭാഷകളിൽ എഴുതുവാൻ തുടങ്ങി. മോർ കൺസേൺ വിത്ത് ഹ്യൂമൻ ലൈഫ് റാദർ ദാൻ റിലീജിയൻ. മതത്തിനേക്കാൾ മനുഷ്യജീവിതത്തിന് പ്രാധാന്യം നൽകി. ദെൻ എമർജ് ദ വിഷൻ ഹ്യൂമനിസം. ഹ്യൂമനിസം അതായത് മാനവികത എന്ന കാഴ്ചപ്പാട് വളർന്നു വന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് റിനൈസൻസ്? എന്താണ് നവോത്ഥാനം? Renaissance is a new awakening in all spheres of human life, like human thought, spirit of inquiry, and scientific outlook. മനുഷ്യൻ്റെ ചിന്താശേഷി, അന്വേഷണ താൽപ്പര്യം, അതുപോലെ ശാസ്ത്രീയമായ കാഴ്ചപ്പാട് എന്നിവ ഉപയോഗിച്ച് വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് വിളിക്കുന്നത്. മനുഷ്യൻ്റെ ചിന്താശേഷി, അന്വേഷണ താൽപ്പര്യം, ശാസ്ത്രീയമായ കാഴ്ചപ്പാട് എന്നിവ ഉപയോഗിച്ച് മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ വന്നിട്ടുള്ള പുത്തൻ ഉണർവ് അല്ലെങ്കിൽ ഒരു മാറ്റം, അതിനെ വിളിക്കുന്ന പേരാണ് നവോത്ഥാനം. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്? നവോത്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? അതല്ലെങ്കിൽ വാട്ട് ആർ ദ കോൺസെപ്റ്റ്സ് ഡെവലപ്ഡ് ഡ്യൂറിങ് റിനൈസൻസ്? നവോത്ഥാനത്തിൻ്റെ സമയത്ത് വളർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഏതെല്ലാം? ഈ രണ്ട് രീതിയിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ദ ആൻസർ, ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഓർ ദ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് ആർ ഹ്യൂമനിസം, റാഷണലിസം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. റിനൈസൻസ് ടൈമിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഹ്യൂമനിസം, മാനവികത, റാഷണലിസം, യുക്തിചിന്ത, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അന്വേഷണാത്മകമായിട്ടുള്ള കാഴ്ചപ്പാട്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകളുടെ വളർച്ച. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിനൈസൻസ് അതായത് നവോത്ഥാനം മനുഷ്യൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ സ്വാധീനിച്ചു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ, നവോത്ഥാനം സാഹിത്യത്തിൽ. സാഹിത്യത്തിൽ നവോത്ഥാനം എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. പെട്രാർക്ക് was one of the eminent writers of the Renaissance period. റിനൈസൻസ് പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനായിരുന്നു പെട്രാർക്ക്. ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്. അദ്ദേഹം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഹിസ് മാഗ്നം ഓപ്പസ് ഈസ് സീക്രട്ടം. സീക്രട്ടം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ദ സീക്രട്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്ക്. പെട്രാർക്കാണ് റിനൈസൻസിൻ്റെ പിതാവ്, നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്കാണ് സീക്രട്ടം, അതായത് ദ സീക്രട്ട്. റിനൈസൻസ് പീരീഡിലെ മറ്റു പ്രധാനപ്പെട്ട റൈറ്റേഴ്സും അവരുടെ വർക്ക്സുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ നെക്സ്റ്റ് റൈറ്റർ ഈസ് ദി ഡാൻഡേ. ഡാൻഡേസ് മെയിൻ വർക്ക് ഈസ് ദ ഡിവൈൻ കോമഡി. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ്, സാഹിത്യകാരനാണ് ഡാൻഡേ. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വാക്കാണ് ദ ഡിവൈൻ കോമഡി. നെക്സ്റ്റ് വൺ ബൊക്കാച്ചിയോ. ബൊക്കാച്ചിയോയുടെ മെയിൻ വാക്കാണ് ദ ഡെക്കാമെറോൺ. ദ നെക്സ്റ്റ് വൺ സെവാൻഡസ്.
സെവാൻഡസ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് ഡോൺ ക്വിക്സോട്ട്. The next important writer is Erasmus. Erasmus, he is known as the king of humanism. മാനവികതയുടെ രാജാവ്, കിങ് ഓഫ് ഹ്യൂമനിസം എന്നറിയപ്പെടുന്നത് ഇറാസ്മസ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണ് അല്ലെങ്കിൽ മെയിൻ വാക്കാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. Okay, so the important writers of the Renaissance period are Petrarch, his work Secretum, the next Dante, his work The Divine Comedy, then Boccaccio, the Decameron, Cervantes, work Don Quixote, Erasmus, his work In Price of Folly. Okay, then in your textbook, page number 10, there is a homework for you to complete the table of the important writers and their magnum opus. You want to write the names of their works. Okay, ഇവിടെ ഒരു വാക്കുണ്ട്, ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവരുടെ വർക്ക്സ് അവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, സോ പെട്രാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് വാക്കാണ് സീക്രട്ടം, ഡാൻഡയുടേത് ദ ഡിവൈൻ കോമഡി, ബൊക്കാഷിയോ ദ ഡെക്കാമെറോൺ, സെവാൻഡസ് ഡോൺ ക്വിക്സോട്ട്, എറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. എല്ലാവരും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, പെട്രാർക്കിൻ്റെ മെയിൻ വാക്കാണ് സീക്രട്ടം, ഡാൻഡയുടേത് ദ ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോ ദ ഡെക്കാമെറോൺ, സെവാൻഡസ് ഡോൺ ക്വിക്സോട്ട്, എറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിനൈസൻസ് ഇൻ ആർട്ട്. നമ്മളിപ്പോൾ റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ എന്ന ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റിനൈസൻസ് ഇൻ ആർട്ട്, അതായത് കലയിൽ നവോത്ഥാനം ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ റിനൈസൻസ് സ്പിരിറ്റ് വാസ് മോസ്റ്റ് പ്രൊണൗൺസ്ഡ് ഇൻ പെയിൻറ്റിങ്. നവോത്ഥാന കലകളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ചിത്രകലയിലാണ്, പെയിൻറ്റിങ്ങിലാണ്. ലിയോണാർഡോ ഡാവിഞ്ചി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റ് പെയിൻറ്റേഴ്സ് ഓഫ് ദിസ് പീരീഡ്. ഈ ഒരു പീരീഡിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ചിത്രകാരനായിരുന്നു ലിയോണാർഡോ ഡാവിഞ്ചി. ദ മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ ആർ ഹിസ് ഫേമസ് പെയിൻറ്റിങ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രരചനകളായിരുന്നു മൊണാലിസയും ലാസ്റ്റ് സപ്പർ, അതായത് അവസാനത്താഴവും. ഓക്കെ, അവസാനത്തെ അത്താഴവും മൊണാലിസയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രരചനകളായിരുന്നു. മൊണാലിസയും ലാസ്റ്റ് സപ്പറും ആരാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്? ലിയോണാർഡോ ഡാവിഞ്ചി. In your textbook, page number 11, you can see a box with the knowledge of Mona Lisa. The Mona Lisa is a famous painting of the Renaissance period. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രസിദ്ധമായ ഒരു ചിത്രരചനയായിരുന്നു മൊണാലിസ. The mysterious smile of Mona Lisa has led to much discussions and debates. മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി പിൽക്കാലത്ത് നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിതെളിയിച്ചിട്ടുണ്ട്. ലിയോണാർഡോ ഡാവിഞ്ചി, വൺ ഓഫ് ദ ഫേമസ് ആർട്ടിസ്റ്റ് ഓഫ് ദി റിനൈസൻസ് പീരിയഡ്. നവോത്ഥാന കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രകാരനായിരുന്നു ലിയോണാർഡോ ഡാവിഞ്ചി. അദ്ദേഹമാണ് മൊണാലിസ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. And he completed the painting in between AD 1503 to 1505. AD 1503 മുതൽ AD 1505 ഈ ഒരു ഇയേഴ്സിന് ഇടയിലാണ് അദ്ദേഹം ഈ ഒരു പെയിൻറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് പ്രിസർവ്ഡ് ഇൻ ദി പാരീസ് മ്യൂസിയം. ഇന്ന് ഈ മൊണാലിസ എന്ന് പറയുന്ന ഈ ഒരു പെയിൻറ്റിംഗ് പ്രിസർവ് ചെയ്തിരിക്കുന്നത് പാരീസിലെ മ്യൂസിയത്തിലാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിനൈസൻസ് പീരീഡിലെ മറ്റു ഫേമസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള പെയിൻറ്റേഴ്സിനെ കുറിച്ചിട്ടും അവരുടെ വർക്ക്സിനെ കുറിച്ചിട്ടുമാണ്. നമ്മളിപ്പോൾ ഇവിടെ റിനൈസൻസ് പീരീഡിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്ററാണ് ലിയോണാർഡോ ഡാവിഞ്ചി എന്ന് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പെയിൻറ്റിങ്സാണ് മൊണാലിസയും ദ ലാസ്റ്റ് സപ്പർ എന്നും പഠിച്ചു. ഇതിൻ്റെ എല്ലാം പിക്ചേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നോക്കിക്കാണുക കേട്ടോ. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പെയിൻറ്റർ ഓഫ് ദി റിനൈസൻസ് പീരീഡ്, ദാറ്റ് ഈസ് ദി മൈക്കൽ ആഞ്ചലോ. മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന ചിത്രകാരനാണ് മൈക്കൽ ആഞ്ചലോ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പെയിൻറ്റിംഗ് ആണ്, ചിത്രമാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അന്ത്യവിധി എന്നത്.
The next important painter of Renaissance period is the Raphael. മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന ചിത്രകാരനാണ് റാഫേൽ. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിംഗ് ആണ് ദ സ്കൂൾ ഓഫ് ഏതൻസ്, ഏതൻസിലെ സ്കൂൾ എന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലയിൽ തന്നെ മറ്റു 2 വിഭാഗങ്ങളിലായിട്ട്, അതായത് വാസ്തുശില്പത്തിലും അതുപോലെ ശില്പകലയിലും വന്നിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോറൻസോ ഗിബർട്ടി എന്നവർ ഒരു വാസ്തുശില്പ നിർമ്മാതാവാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ദ ഡോർ ഓഫ് ദി ഫ്ലോറൻസ് ബാപ്റ്റിസ്ട്രി. ലോറൻസോ ഗിബർട്ടി അദ്ദേഹം ഒരു ആർക്കിടെക്റ്റാണ്. അദ്ദേഹം വാസ്തുശില്പകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്കാണ് ഫ്ലോറൻസിലെ പള്ളിയുടെ വാതിൽ. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ദാറ്റ് ഈസ് ദി ഡൊണാറ്റെല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ശില്പിയാണ് ഡൊണാറ്റെല്ലോ ഒരു സ്കൾപ്ചറാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഗറ്റ മലേറ്റ എന്നത് ഡൊണാറ്റെല്ലോയുടെ കോൺട്രിബ്യൂഷനാണ്. അദ്ദേഹം ഒരു ശില്പിയാണ് കേട്ടോ. Then in your textbook you have a homework, you have a work that is to complete the tables. ഇവിടെ 3 ടാബിൾസ് തന്നിട്ടുണ്ട് അല്ലേ. ഈ 3 ടാബിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള പിക്ചേഴ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെയും അവരുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സിനെയും അവരുടെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ഏതാണോ അതും കൂടിയും കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഫില്ലപ്പ് ചെയ്യാനുണ്ടല്ലേ. ഇനി നമുക്കതൊന്ന് നോക്കാം കേട്ടോ. ലോറൻസോ ഗിബർട്ടി ദ ഡോർ ഓഫ് ദി ഫ്ലോറൻസ് ബാപ്റ്റിസ്ട്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ആർക്കിടെക്ചർ. ഇനി നമുക്ക് എഴുതാനുള്ളത് ആരുടേതാണ്? നമുക്ക് ഡൊണാറ്റെല്ലോ എഴുതണം അല്ലേ. ഡൊണാറ്റെല്ലോ അദ്ദേഹത്തിൻ്റെ വാക്കാണ് ഗറ്റാമലേറ്റ. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് സ്കൾപ്ചറാണ് കേട്ടോ. അദ്ദേഹം ഒരു ശില്പിയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇനി വേണ്ടത് ലിയോണാർഡോ ഡാവിഞ്ചിയുടെ വർക്ക്സ് മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് പെയിൻറ്റിങ്സ്. നെക്സ്റ്റ് നിങ്ങൾ എഴുതുക മൈക്കൽ ആഞ്ചലോ. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് പെയിൻറ്റിങ്. ദെൻ ലാസ്റ്റ് വൺ റാഫേൽ, ഹിസ് വർക്ക് ദ സ്കൂൾ ഓഫ് ഏതൻസ്. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് പെയിൻറ്റിങ്. ഇങ്ങനെ നിങ്ങൾ ആ കോളം കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിനൈസൻസ് ഇൻ സയൻസ്. ശാസ്ത്രരംഗത്ത് നവോത്ഥാനം ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യു ഹാവ് ലേൺഡ് ദാറ്റ് ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദി സോളാർ സിസ്റ്റം ആൻഡ് ഓൾ പ്ലാനറ്റ്സ് ഇൻക്ലൂഡിംഗ് ദി എർത്ത് റിവോൾവ് അറൗണ്ട് ഇറ്റ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, സൂര്യനാണ് സോളാർ സിസ്റ്റത്തിൻ്റെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്നും ഭൂമിയുൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യത്തെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ടെന്നും, അതായത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. ബട്ട് ഫോർമലി ഇറ്റ് വാസ് ബിലീവഡ് ദാറ്റ് ദ എർത്ത് വാസ് ദ സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. എന്നാൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ധാരണ എന്നത് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നതായിരുന്നു. ഇൻ ദ റെനൈസൻസ് പീരീഡ് ദിസ് ബിലീഫ് വാസ് പ്രൂവൺ ഫോൾസ്. എന്നാൽ നവോത്ഥാന കാലഘട്ടത്തിൽ ഈയൊരു ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന ഈയൊരു ധാരണ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. Copernicus propounded the theory of solar system and announced that the earth revolves around the sun. കോപ്പർനിക്കസ് എന്ന പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ്, സയൻറ്റിസ്റ്റാണ് സൗരയൂഥ സിദ്ധാന്തം ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം തെളിയിക്കുന്നു എന്ത്? ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. സൂര്യന് ചുറ്റും ഭൂമി പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്യുന്നു. Later, Galileo Galilei invented the telescope and using it he scientifically proved that the theory put forward by Copernicus was true. റെനൈസൻസ് പീരീഡിലെ നവോത്ഥാന സമയത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സയൻറ്റിഫിക് ഡെവലപ്മെൻ്റാണ് എന്ത്? ഗലീലിയോ ഗലീലി അദ്ദേഹത്തിൻ്റെ ടെലസ്കോപ്പ് ഇൻവെൻറ്റ് ചെയ്തു.
ഗലീലിയോ ഗലീലി ഇൻവെൻ്റ് ചെയ്തിട്ടുള്ള ടെലസ്കോപ്പ് ഉപയോഗിച്ച് അദ്ദേഹം കോപ്പർനിക്കസ് ആവിഷ്കരിച്ചിട്ടുള്ള സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് അദ്ദേഹം ശാസ്ത്രീയമായി തെളിയിച്ചു. ഓക്കെ, ഈ ഗലീലിയോ ഗലീലിയാണ് ഫാദർ ഓഫ് സയൻസ്, അതായത് ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നവോത്ഥാന സമയത്തെ, നവോത്ഥാന കാലഘട്ടത്തിൽ സയൻസിൽ വന്നിട്ടുള്ള, ശാസ്ത്രത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റാണ് ഒന്ന്, കോപ്പർനിക്കസ് പ്രൊപൗണ്ടഡ് ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം ആൻഡ് അനൗൺസ്ഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചതും ഭൂമി സൂര്യന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രദക്ഷിണം വെക്കുന്നു എന്ന് ആദ്യമായി സ്ഥാപിച്ചത് കോപ്പർനിക്കസ് ആണ്. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ഡെവലപ്മെൻ്റ് ആണ് ഗലീലിയോ ഗലീലി ഇൻവെൻറ്റഡ് ദ ടെലസ്കോപ്പ് ആൻഡ് ബൈ യൂസിങ് ഇറ്റ് ഹി സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ദാറ്റ് ദ തിയറി പുട്ട് ഫോർവേഡ് ബൈ കോപ്പർനിക്കസ് വാസ് ട്രൂ. അദ്ദേഹം ഗലീലിയോ ഗലീലി ഒരു ടെലസ്കോപ്പ് ഇൻവെൻറ്റ് ചെയ്യുകയും അത് ഉപയോഗിച്ച് കോപ്പർനിക്കസ് ആവിഷ്കരിച്ചിട്ടുള്ള സോളാർ സിസ്റ്റം തിയറി ശാസ്ത്രീയമായി ശരിയാണെന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. ദെൻ തേർഡ് ഇമ്പോർട്ടൻ്റ് സയൻറ്റിഫിക് ഡെവലപ്മെൻ്റ് ആണ് ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ്. പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കണ്ടുപിടുത്തം. ഓക്കെ, ആരാണ് കണ്ടുപിടിച്ചത്? പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ഗുട്ടൻബർഗ് ആണ്, ജോഹന്നാസ് ഗുട്ടൻബർഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിൽ ഗലീലിയോ ഗലീലിയുടെ ടെലസ്കോപ്പും കാണാൻ പറ്റും, അതുപോലെ ജോഹന്നാസ് ഗുട്ടൻബർഗിനെ കാണാൻ പറ്റും. ജോഹന്നാസ് ഗുട്ടൻബർഗ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള പ്രിൻറ്റിംഗ് പ്രസ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള സയൻസ്, ശാസ്ത്രീയ രംഗത്ത് നവോത്ഥാനം ചെലുത്തിയിട്ടുള്ള സ്വാധീനം ഒന്ന്, കോപ്പർനിക്കസ് പ്രൊപൗണ്ടഡ് ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം. ദെൻ സെക്കൻഡ്, Galileo Galilei invented telescope. Then third one, Johannes Gutenberg invented printing press. Okay, ജോഹന്നാസ് ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ജോഹന്നാസ് ഗുട്ടൻബർഗിൻ്റെ ആ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ സ്റ്റോറി ഒന്ന് നോക്കാം. ദ സ്റ്റോറി ഓഫ് പ്രിൻറ്റിംഗ് പ്രസ്. The printing press was invented by a German blacksmith Johannes Gutenberg in 1439. 1439-ൽ ജർമ്മനിയിലെ ഒരു ഇരുമ്പ് പണിക്കാരനായിട്ടുള്ള ജോഹന്നാസ് ഗുട്ടൻബർഗാണ് പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് റീപ്ലേസബിൾ വുഡൻ ആൽഫബറ്റ്. മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇളക്കി മാറ്റാൻ പറ്റുന്ന അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ ഈ രണ്ട് പോയിൻ്റാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റും കൂടിയുണ്ട്. ജോഹന്നാസ് ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ ആദ്യമായി പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് 42 ലൈൻ ബൈബിളാണ്, അതായത് B42 എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ജോഹന്നാസ് ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ ആദ്യമായിട്ട് അച്ചടിച്ചിട്ടുള്ള പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ 42 ലൈൻ ബൈബിൾ. ഓക്കെ, and here is a question for you. Discuss the influence of the Renaissance in the field of science. സയൻറ്റിഫിക് രംഗത്ത് അല്ലെങ്കിൽ ശാസ്ത്രീയ രംഗത്ത് നവോത്ഥാനം ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്, ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ. നമുക്കിതൊന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. ശാസ്ത്രീയ രംഗത്ത് നവോത്ഥാനം വരുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. സോ ദ ആൻസർ ഈസ് Copernicus propounded the theory of solar system and announced that the earth revolves around the sun. ഫസ്റ്റ് പോയിന്റ് ആണ് കോപ്പർനിക്കസ് സോളാർ സിസ്റ്റം തിയറി, സോളാർ സിസ്റ്റം സിദ്ധാന്തം ആവിഷ്കരിക്കുകയും എർത്ത്, ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. സെക്കൻഡ് ആണ് Galileo Galilei invented the telescope and proved that the theory propounded by Copernicus was true. ഗലീലിയോ ഗലീലി അദ്ദേഹം ഒരു ടെലസ്കോപ്പ് ഇൻവെൻറ്റ് ചെയ്യുകയും ആ ടെലസ്കോപ്പ് ഉപയോഗിച്ച് അദ്ദേഹം കോപ്പർനിക്കസ് ആവിഷ്കരിച്ചിട്ടുള്ള തിയറി ശരിയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുകയും ചെയ്തു. Then third one, Johannes Gutenberg invented printing press
which help us to propagate the Renaissance ideas. ജോഹന്നാസ് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തു. അതോടുകൂടി നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യാൻ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ റിഫോർമേഷൻ, മതനവീകരണം. റിനൈസൻസ് എങ്ങനെയാണ് മതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The Reformation. The Renaissance had a say in the religious sphere also. Renaissance മതത്തിൽ കൂടി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. The refinement underwent by the European Christianity in the 16th century is known as the Reformation. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിൽ വന്നിട്ടുള്ള പരിഷ്കരണമാണ് ദ റിഫോർമേഷൻ. റിഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് മതനവീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റമാണ് അല്ലെങ്കിൽ പരിഷ്കരണമാണ്. ഓക്കെ, സോ ഈ ഒരു റിഫോർമേഷൻ മൂവ്മെൻറ്റ്, മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളതിൻ്റെ ലീഡറാണ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ led this movement which began in Germany. റിഫോർമേഷൻ മൂവ്മെൻറ്റ്, മതനവീകരണം എവിടെയാണ്? ജർമ്മനിയിലാണ്. ആരാണ് അതിൻ്റെ ലീഡർ? മാർട്ടിൻ ലൂതർ. ഏത് സെഞ്ചുറിയിലാണ്? 16th century. ഓക്കെ, റിനൈസൻസ് ഇറ്റലിയിലാണ്, റിഫോർമേഷൻ ജർമ്മനിയിലാണ്. The next topic is In Search of the Road. We have seen that the Turks had conquered Constantinople. You already learned that in 1453 Turks were conquered Constantinople, isn't it? നിങ്ങൾ ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കൺക്വയർ ചെയ്തെന്ന്, അല്ലേ? This dismantled the trade relations between Europe and Asia. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടുകൂടി ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവട ബന്ധങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. It necessitated the European traders to discover new sea routes to Asia. അതുകൊണ്ട് തന്നെ ഏഷ്യയിലേക്ക് ഒരു പുതിയ സമുദ്രപാത കണ്ടെത്താൻ യൂറോപ്യൻ ട്രേഡേഴ്സ്, അതായത് യൂറോപ്യൻ കച്ചവടക്കാർ നിർബന്ധിതരായി. The invention of the compass and the spirit of adventure uncovered unknown routes, oceans and continents. വടക്കുനോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും പുതിയ സഞ്ചാര മാർഗവും സമുദ്രവും വൻകരകളും എല്ലാം നമുക്ക് പരിചിതമാക്കി. ഓക്കെ, സീ റൂട്ടുകൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ പുതിയ നമുക്ക് പരിചിതമല്ലാത്ത കോണ്ടിനെൻസും ഓഷ്യൻസും അതുപോലെ പുതിയ സമുദ്രപാതകളൊക്കെ കണ്ടെത്താൻ അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കോമ്പാസാണ്, വടക്കു നോക്കിയ യന്ത്രമാണ്. ഓക്കെ, our next topic is Industrial Revolution, വ്യാവസായിക വിപ്ലവം. The Renaissance in the field of science led to the invention of new machines which brought about immense changes in the field of production. ശാസ്ത്രരംഗത്തുണ്ടായ നവോത്ഥാനത്തിൻ്റെ ഫലമായി പുതിയ പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുകയും ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. Consequently, production increased while the cost of the production decreased. ക്രമേണ, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഉൽപാദനം വർദ്ധിക്കുകയും ഉൽപാദന ചിലവ് കുറയുകയും ചെയ്തു. എങ്ങനെയാണ് അതുണ്ടാവുന്നത്? ആദ്യം അവർക്ക് ഉൽപാദന ചിലവ് കൂടുതലായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഒരുപാട് മനുഷ്യർ, ഒരുപാട് ആളുകൾ ഒരു ജോലിക്ക് തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് സമയം വെച്ച് കൈകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ആദ്യം ചെയ്തിരുന്നത്. എന്നാൽ ഹ്യൂമൻ ബീയിങ്സിന് പകരമായിട്ട് മെഷീൻസ് ഉപയോഗിച്ചതോടുകൂടി കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ അവരുടെ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ഷൻ, ഉൽപാദന ചിലവ് അവിടെ കുറയുകയും ചെയ്തു. ഓക്കെ, സച്ച് ചേഞ്ചസ് ഇൻ ദി ഫീൽഡ് ഓഫ് ദി പ്രൊഡക്ഷൻ അഷേർഡ് ഇൻ ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ.
ഇങ്ങനെ ഉൽപാദന രംഗത്ത് വന്നിട്ടുള്ള ഈ മാറ്റമാണ്, ഈ വിപ്ലവകരമായ മാറ്റത്തെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്, വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ബിഗാൻ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് റവല്യൂഷനൈസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, സോ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതോടുകൂടി, അതായത് ഒരു സാധനത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതോടുകൂടി അവനവൻ്റെ ആവശ്യങ്ങൾക്ക് അപ്പുറമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും, അല്ലേ? ഇങ്ങനെ എക്സ്ട്രാ വരുന്ന ഗുഡ്സിനെ കൂടുതൽ മറ്റു രാജ്യങ്ങളിലേക്ക് ട്രേഡ് ചെയ്യാൻ, കച്ചവടം നടത്തുന്നതിനും ഇത് അവരെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ഷൻ ഫീൽഡിലും കച്ചവടത്തിലും വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒന്നാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്ത് ഒരുപാട് പുതിയ മെഷീൻസുകൾ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത്തരം ഇൻവെൻഷൻസിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇൻവെൻഷൻസ് ഡ്യൂറിങ് ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇവിടെ നിങ്ങൾക്ക് സ്പിന്നിങ് ജെന്നിയുടെയും സ്റ്റീം എൻജിൻ്റെയും പിക്ചർ കാണാൻ പറ്റും, അല്ലേ? അതേപോലെ തന്നെ ഞാനിവിടെ ലോക്കോമോട്ടീവ് എൻജിൻ്റെയും ഫ്ലൈയിങ് ഷട്ടിലിൻ്റെയും പിക്ചേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതും കൂടി ഒന്ന് കാണാം, എന്താണ് ഫ്ലൈയിങ് ഷട്ടിലെന്നും ലോക്കോമോട്ടീവ് എൻജിനെന്നും മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇൻവെൻഷൻസ് നോക്കാം. ഫ്ലൈയിങ് ഷട്ടിൽ അത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ജോൺ കെ ആണ്. അത് ഏത് ഫീൽഡിലേക്കാണ്? ക്ലോത്തിങ് സെക്ടറിലേക്കാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് സ്പിന്നിങ് ജെന്നി ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ക്ലോത്തിങ് സെക്ടറിലേക്കാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റീം എൻജിൻ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ജെയിംസ് വാട്ടാണ്. ട്രാൻസ്പോർട്ടേഷൻ ഏരിയയിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ലോക്കോമോട്ടീവ് എൻജിനാണ്. ലോക്കോമോട്ടീവ് എൻജിൻ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. അദ്ദേഹം ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലേക്കാണ് ലോക്കോമോട്ടീവ് എൻജിൻ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്തെ ഇൻവെൻഷൻസ് ആണ് ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ, സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്, സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ട്, locomotive John Stephenson. And here is a question: how did the scientific inventions influence the system of production? Discuss. എങ്ങനെയാണ് ശാസ്ത്രീയ രംഗത്തെ ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ പ്രൊഡക്ഷൻ സിസ്റ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്? ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. ഇനി നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. Our question is: how did the scientific inventions influence the system of production? എങ്ങനെയാണ് ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ ഉൽപാദന സംവിധാനത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? ആൻസർ: the renaissance in the field of science led to the invention of new machines. ശാസ്ത്രരംഗത്തുണ്ടായ നവോത്ഥാനം ഒരുപാട് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കി. With the use of machines, production increased while the cost of production decreased. മെഷീൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും ഉൽപാദന ചിലവ് കുറയുകയും ചെയ്തു. ദീസ് ചേഞ്ചസ് ഇൻ ദി ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ആസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇങ്ങനെ ഉൽപാദന രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. നെക്സ്റ്റ് സമ്മറി. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചു എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ റിനൈസൻസ് ബിഗാൻ ഇൻ ഇറ്റലി. റിനൈസൻസ് ഇറ്റലിയിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഹ്യൂമനിസം വാസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദി റിനൈസൻസ്. നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഹ്യൂമനിസമാണ്, മാനവികതയാണ്. The Renaissance had tremendous influence on literature, art, science and religion. നവോത്ഥാനം സാഹിത്യത്തിലും സയൻസിലും കലയിലും മതത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ന്യൂ സീ റൂട്ട്സ് were discovered and as a result the Europeans reached different continents. പുതിയ സമുദ്രപാതകൾ കണ്ടെത്തുകയും അതിൻ്റെ ഫലമായിട്ട് യൂറോപ്യന്മാർ വ്യത്യസ്ത ഏരിയാസിൽ എത്തുകയും ചെയ്തു. വ്യത്യസ്ത കോണ്ടിനെന്റിലേക്ക്, വൻകരകളിലേക്ക് യൂറോപ്യന്മാർ എത്തുകയും ചെയ്തു.
The Industrial Revolution brought about changes in the field of production. വ്യാവസായിക വിപ്ലവം ഉൽപാദന രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ദെൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 16 കൊടുത്തിട്ടുള്ള ചില വാക്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം ഇൻ ദ ഫീൽഡ്സ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. സയൻസിലും ലിറ്ററേച്ചറിലും ആർട്ടിലും വന്നിട്ടുള്ള മാനവികതയുടെ സ്വാധീനത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക, വിശകലനം ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. ശാസ്ത്രത്തിലും സാഹിത്യത്തിലും കലയിലും മാനവികതയുടെ സ്വാധീനം വിശകലനം ചെയ്യുക. ആൻസർ, ഹ്യൂമനിസം ഈസ് ദ വിഷൻ which concerned with various aspects of human life. മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് കൺസേൺ ചെയ്തിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അതായത് മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. The spirit of humanism inspired unique thought of the universe and human life, which promoted the reasoning and the spirit of inquiry. മാനവികത മനുഷ്യജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ചിന്തിക്കുന്നതിനും അതുപോലെ ഒരു അന്വേഷണാത്മകമായ ഒരു ഉത്സാഹം ഉണ്ടാക്കുന്നതിനും യുക്തിപരമായി ചിന്തിക്കുന്നതിനും മനുഷ്യരെ പ്രചോദിപ്പിച്ചു, ഇൻസ്പയർ ചെയ്തു. Renaissance literature propagated social criticism and humanism through the essays, novels, stories, poems and dramas. നവോത്ഥാന സാഹിത്യം നാടകങ്ങളിലൂടെയും കവിതകളിലൂടെയും കഥകളിലൂടെയും നോവലുകളിലൂടെയും എസ്സേസിലൂടെയും ഒക്കെ സമൂഹത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും അതേസമയം മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. The Renaissance paintings were picturized the social life. നവോത്ഥാന സമയത്തെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ ലൈഫിനെ, സാമൂഹിക ലൈഫിനെ ചിത്രീകരിക്കുന്നതായിരുന്നു. The Renaissance promoted a scientific outlook which led to many scientific inventions. നവോത്ഥാനം ശാസ്ത്രമേഖലകളിൽ ഒരുപാട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കൊണ്ടുവരികയും അത് വ്യത്യസ്ത തരത്തിലുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. The next question is, list out the new sea routes and their explorers. പുതിയ സമുദ്രപാതകളും അത് കണ്ടെത്തിയിട്ടുള്ള ആളുകളെയും എക്സ്പ്ലോറേഴ്സിനെയും ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നതാണ്. The next question is, list out sea routes and their explorers. Here is 2 columns for you, explorers and sea routes. The first and most important explorer is Vasco da Gama. Vasco da Gama, he was the first person to link Europe and Asia through sea route. സമുദ്രപാതയിലൂടെ യൂറോപ്പിനെയും ഏഷ്യയെയും ആദ്യമായി ബന്ധിപ്പിച്ചിട്ടുള്ള എക്സ്പ്ലോററാണ് വാസ്കോ ഡ ഗാമ. സെക്കൻഡ് പേഴ്സൺ, കൊളംബസ്. Columbus, he discovered America and established trade relation between Asia and America. അമേരിക്ക ഡിസ്കവർ ചെയ്തിട്ടുള്ള എക്സ്പ്ലോറർ കൊളംബസ് ആണ്. അദ്ദേഹമാണ് ഏഷ്യയെയും അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രേഡ് റിലേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. Another explorer, Marco Polo, he traveled through Asia, Afghanistan and China. This path known as Silk Route. മാർക്കോ പോളോ ഏഷ്യ, അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്യുകയും ഈ വഴി സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുകയും ചെയ്തു. നെക്സ്റ്റ്, ജോൺ കബറ്റ്, ഹി ക്രോസ്ഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് റീച്ച്ഡ് ന്യൂ ഫൗണ്ട്ലാൻഡ്. അദ്ദേഹം അറ്റ്ലാന്റിക് ഓഷ്യൻ വഴി ന്യൂ ഫൗണ്ട്ലാൻഡിൽ എത്തിച്ചേർന്നു. The next question is, the Renaissance artists and their works are listed below. Match column A with column B. അതായത് മാച്ചിങ് ദ ഫോളോവിങ് ആണ്. കോളം എയിൽ വർക്ക്സും കോളം ബിയിൽ റൈറ്റേഴ്സും റിനൈസൻസ് ആർട്ടിസ്റ്റിനെയും കൊടുത്തിട്ടുണ്ട്. നമ്മളിത് എന്ത് ചെയ്യണം? മാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കോളം എയിൽ മൊണാലിസ. മൊണാലിസ ആരുടെ വർക്കാണ്? ലിയോനാർഡോ ഡാവിഞ്ചി. ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, ഇത് ആരുടെ വർക്കാണ്?
മൈക്കലാഞ്ചലോ. ദെൻ സ്കൂൾ ഓഫ് ഏതൻസ് ആരുടെ വർക്കാണ്? റാഫേൽ. ദെൻ ഗറ്റാമലേറ്റ എന്നത് ഡൊണാറ്റെല്ലോയുടെ വർക്കാണ്. ഓക്കെ.